ബ്രിട്ടനിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂൾ സ്ഥാപകയായ വനിതയ്ക്കെതിരെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണത്തിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. കെൻകോസിൽ നിന്നുള്ള യാസ്മിൻ സർവാർ എന്ന 43-കാരി 2004-ലായിരുന്നു കാർഡിഫ് സിക്സ് ഫോം കോളേജ് തുടങ്ങിയത്. ബ്രിട്ടനിലെ പല മുൻനിര യൂണിവേഴ്സിറ്റികളിലും പ്രവേശനം കിട്ടാൻ 800-ലധികം വിദ്യാർത്ഥികളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ 2012-നും 2016-നും ഇടയിൽ സ്കൂളിന്റെ കണക്കുകളിൽ തിരിമറികൾ ഉണ്ടാവുകയും തുടർന്ന് സൗത്ത് വെയിൽസ് പോലീസ് ഒരു ഔദ്യോഗിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസും ചാരിറ്റി കമ്മീഷൻ ഫോർ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സർവാറും മറ്റ് 2 പേരും 5 മില്യൺ പൗണ്ടിന്റെ തിരിമറി നടത്തിയതായി കണ്ടെത്തിയത്. കാർഡിഫ് പെന്നിലുള്ള നദീം സർവാർ, കാർഡിഫ് പെനാലിൽ നിന്നുള്ള രഘു ശിവപാലൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് മോഷണം, തട്ടിപ്പ് എന്നീ കുറ്റകൃത്യങ്ങൾ ഇവർക്ക് മേൽ ചാർത്തിയത് അംഗീകരിച്ചതോടെ ടൈഗർ മാം എന്നറിയപ്പെടുന്ന ഹെഡ് ടീച്ചർ യാസ്മിൻ സർവാറും കൂട്ടരും കാർഡിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും. ചാരിറ്റി കമ്മീഷൻ ഫോർ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് നൽകിയ തന്ത്രപ്രധാനമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയതായി തെളിഞ്ഞു എന്ന് കാർഡിഫ് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2012 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നും പോലീസ് പറയുന്നു. 2013 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ വ്യാജ അക്കൗണ്ട് രേഖകൾ ചമച്ചതിനും രഘു ശിവപാലന്റെ പേരിൽ കേസുണ്ട്. 2017-ൽ സ്കൂളിന്റെ ഹെഡ് ടീച്ചർ പദവിയിൽ നിന്നും ഒഴിയുമ്പോൾ തന്റെ സ്കൂളിനെ ബ്രിട്ടനിലെ ഏറ്റവും മികച്ച A-ലെവൽ റിസൾട്ടുള്ള സ്കൂളാക്കി യാസ്മിൻ സർവാർ മാറ്റിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും A-ലെവൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. താൻ വിദ്യാർത്ഥികളുടെ അമ്മയാണെന്നും അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അന്നവർ അവകാശപ്പെട്ടിരുന്നത്. തന്റെ 17-ാം വയസ്സിൽ A-ലെവൽ പഠിക്കുന്നതിനായിട്ടായിരുന്നു അവർ UK-യിൽ എത്തിയത്. കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോകെമിസ്ട്രിയിൽ ബിരുദമെടുത്തതിന് ശേഷം അവർ A-ലെവൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തായിരുന്നു തന്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത്. 10 വർഷത്തിന് ശേഷമായിരുന്നു ഇവർ സ്കൂൾ ആരംഭിച്ചത്. അൽബേനിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഈ സ്കൂളിൽ 300-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് രജിസ്റ്ററിൽ കാണിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ കൂടുതൽ കേസുകൾ വന്നേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ രഘു ഇത്തരത്തിൽ ഇന്ത്യക്കാരനാണോ മലയാളിയാണോ എന്നൊക്കെ സംശയിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്.